ഹായ് ലൈഫ് ലെസൺസ് ബൈ ശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 വർഷം മുന്നേ നമ്മളെ RTA പാസിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് കുറേ കമൻസും ക്ലാരിഫിക്കേഷനൊക്കെ ചോദിക്കുകയുണ്ടായി. പിന്നെ അതിനെ തുടർന്ന് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ 2026 RTA പാസിങ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്തതും ഇപ്പോൾ ചെയ്തതുമായിട്ടുള്ള മേജർ ഡിഫറൻസസ് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മേജറായ ഡിഫറൻസ് എന്താണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേയുള്ള RTA പാസിൽ കുറേ മാനുവൽ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മാനുവൽ പ്രോസസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഫുള്ളി ഓൺലൈൻ പ്രോസസ്സാക്കിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ പേയ്മെൻറ്റ് ചെയ്ത് കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത് വരെ ഫുള്ളി ഓൺലൈൻ പ്രോസസ്സ് ആക്കിയിരിക്കുകയാണ്. അത് ഓരോന്നായി എന്താണ് സ്റ്റെപ്പ് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു RTA റിന്യൂവൽ ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് RTA ആപ്പ് തന്നെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ അടുത്തുള്ള ടെസ്റ്റ് സെൻറ്റർ ഏതാണ് അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം RTA ആപ്പിൽ നിന്ന് തന്നെ. ഇതാണ് ഫസ്റ്റുള്ള അപ്ഡേറ്റ്. പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേയൊക്കെ നമ്മൾ ലൈസൻസിൻ്റെ കോപ്പി, മുൽക്കേൻ്റെ കോപ്പി, പിന്നെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതിൻ്റെ കോപ്പിയൊക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അത് ടെസ്റ്റിംഗ് സെൻറ്ററിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് 2 വർഷത്തിന് മേലെയായി, പക്ഷേ എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ പുതിയ പ്രോസസ്സിൽ നിങ്ങൾ RTA അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് RTA ആപ്പിൽ തന്നെ വരും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ടെസ്റ്റിംഗ് സെൻറ്ററിൽ കാണിച്ചാൽ മതി. വേറെ ഒരു പേപ്പറും ഒരു ഡോക്യുമെൻറ്റും നിങ്ങളെ കയ്യിൽ പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ടെസ്റ്റിംഗ് നിങ്ങൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു RTA എന്നൊരു SMS വരും വിത്ത് എ ലിങ്ക്. ആ SMS ലിങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ RTA ആപ്പിലോ നിങ്ങളുടെ ടെസ്റ്റിംഗ് പ്രോഗ്രസ് നിങ്ങൾക്ക് ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ടാമതായി ഡിജിറ്റലായി വന്നിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ നിങ്ങളുടെ കാറ് പാസ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാറ് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്നുള്ളത് അതും നിങ്ങളെ RTA ആപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ആ SMS വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ രജിസ്ട്രേഷൻ റിന്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾക്ക് ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ചെയ്തതിൻ്റെ ഫീസ് 170 ദിറം, ഞാൻ 2026 കാര്യമാണ് പറയുന്നത്, 170 ദിറം ടെസ്റ്റിംഗ് ഫീസ് കൊടുക്കുന്നതാണ്, ഇൻസ്പെക്ഷൻ ഫീസ് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾ കൗണ്ടറിൽ തന്നെയാണ് നടക്കേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ടെസ്റ്റിംഗ് ഇൻസ്പെക്ഷൻ ഫീ അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ റിന്യൂ രജിസ്ട്രേഷൻ ചെയ്യാം. ഇത് ഒരു ഓപ്ഷനാണ്. അതെങ്ങനെ റിന്യൂ രജിസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ കാർഡായിട്ട് നിങ്ങളെ മുൽക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന ടെസ്റ്റിംഗ് സെൻറ്ററിൽ തന്നെ ഒരു RTAൻ്റെ കിയോസ്ക് കാണും. അവിടെ പോയിട്ട് നിങ്ങളെ നമ്പർ പ്ലേറ്റും ട്രാഫിക് പ്ലേറ്റ് നമ്പറൊക്കെ അടിച്ചതിന് ശേഷം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിയോസ്ക് മെഷീനിൽ തന്നെ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ പേ ചെയ്തിട്ട് റിന്യൂ ചെയ്തിട്ട് അപ്പം തന്നെ മുൽക്കെ കാർഡ് നിങ്ങൾക്ക് മാനുവലായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അല്ലാതെ ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കൽ ഡിജിറ്റൽ കാർഡായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൊറിയർ ടു മൈ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇൻഷുറൻസ് 1 മാസം കൂടി വാലിഡിറ്റി ഉണ്ട്, പക്ഷേ എൻ്റെ മുൽക്കെ എക്സ്പയർ ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ മുൽക്കെ റിന്യൂ ചെയ്താൽ പോരെ, വെറുതെ 1 മാസത്തെ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി ഞാൻ എന്തിനാണ് കളയുന്നതെന്ന് പലരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എനിക്ക് പറയാനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, എക്സാക്ട്ലി എൻ്റെ ലൈഫിൽ നടന്നൊരു എക്സാമ്പിളാണ്. കഴിഞ്ഞ വർഷം ഞാൻ റിന്യൂ ചെയ്യാൻ പോകുന്ന 2 ദിവസം മുന്നേ എൻ്റെ കാർ ആക്സിഡൻ്റ് ആയി. കാർ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞാൽ പിറകിൽ ഒരാൾ വന്നിട്ട് ഇടിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോർമൽ സ്ഥിതിക്ക് മുൽക്കെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല. ഓക്കെ, സോ ഈ 1 മന്ത് എക്സ്റ്റൻഷൻ എന്തിനാണ് ഇൻഷുറൻസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസ് റിന്യൂവൽ ഡ്യൂ ആയ പീരീഡിൽ ഏതെങ്കിലും നമ്മളെ
വെഹിക്കിൾ എവിടെയെങ്കിലും പോയി തട്ടുക മുട്ടുക ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ക്ലെയിമിനുള്ള പ്രോസസ്സ് മുൽക്കിയ നമ്മളെ റിന്യൂവൽ പീരീഡിൻ്റെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനാണ് ഈ 1 മന്ത് ഗ്രേസ് വെച്ചിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ 1 മന്ത് കഴിഞ്ഞിട്ട് മുൽക്കിയ റിന്യൂവൽ ചെയ്താൽ മതി എന്നല്ല. ആ 2-3 ഒരാഴ്ച ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഒരാഴ്ച മുന്നെയാണ് എനിക്ക് അത് പറ്റിയത്. അപ്പോൾ ഒരാഴ്ച മുന്നേ പറ്റിയതുകൊണ്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസിൻ്റെ പീരീഡ് 1 മന്ത് കൂടി ഗ്രേസ് പീരീഡ് ഉള്ളതുകൊണ്ട് ആ പീരീഡിൽ തന്നെ എനിക്ക് റിപ്പയർ ചെയ്തിട്ട് കറക്റ്റ് ടൈം എനിക്ക് മുൽക്കിയ റിന്യൂ ചെയ്യാൻ പറ്റി. ഇതിനാണ് ഈ ഗ്രേസ് പീരീഡ് വെക്കുന്നത്. ദാറ്റ് ഡസൻ മീൻ നിങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ട് മുൽക്കിയ റിന്യൂ ചെയ്താൽ മതി. നിങ്ങൾ മുൽക്കിയ എക്സ്പയർ ആയിട്ടാണ് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങളെ മുൽക്ക് എക്സ്പയർ ആയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ഡിനേ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ അതിനും മുൽക്ക് എക്സ്പയറി ഡേറ്റിന് മുന്നേ ക്ലെയിം ചെയ്തിട്ട് സപ്പോസ് ക്ലെയിം പ്രോസസ്സ് ടൈം എടുക്കുന്നതാണെങ്കിൽ അതിനാണ് ആ 1 മന്ത് ഗ്രേസ് പീരീഡ് അവർ വെച്ചിരിക്കുന്നത്. രണ്ടാമതായി എല്ലാവരും ചോദിച്ച കാര്യമാണ് എത്ര ഫീസ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് 2026 ഇതിപ്പോൾ മെയ് മന്തിൽ പോയപ്പോൾ എനിക്ക് 170 dirhams പാസിംഗ് ഫീയും 370 dirhams മുൽക്കിയ റിന്യൂവൽ ചാർജുമാണ് വന്നിരിക്കുന്നത്. 370 dirhams RTAക്കും 170 dirhams ടെസ്റ്റിംഗ് സെൻ്ററാണ് പേ ചെയ്യുന്നത്. വേറെ ഒരു പേയ്മെൻറ്റും വേണ്ട. മൂന്നാമതായിട്ട് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ കാറ് ഏത് കണ്ടീഷനിലാണ് കൊണ്ടുപോകേണ്ടത് ടെസ്റ്റിംഗ് സെൻറ്ററിൽ എളുപ്പത്തിൽ പാസ് ചെയ്ത് കിട്ടാൻ. ഒന്നാമത്തെ വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടയേഴ്സും ബ്രേക്സും പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കണം. അവർ ടയർ എക്സ്പയറി ഡേറ്റ് നോക്കുന്നതാണ്. മോർ ദാൻ 5 years അല്ലെങ്കിൽ നിങ്ങളുടെ ടയറിൻ്റെ കണ്ടീഷൻ വെരി ബാഡ് ആണെങ്കിൽ ടെസ്റ്റിംഗ് പാസ്സാകത്തില്ല. രണ്ടാമത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രേക്ക് കണ്ടീഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ നിങ്ങളെ വണ്ടി ബ്രേക്ക് ടെസ്റ്റ് പാസ്സാകണം, എന്നാൽ മാത്രമേ നിങ്ങൾ റിന്യൂവൽ പാസ്സായി കിട്ടത്തുള്ളൂ. മൂന്നാമത് വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ ബോഡീൻ്റെ അടിയിൽ നിന്ന് ഒരു ലിക്വിഡും ലീക്ക് ഉണ്ടാകാൻ പാടില്ല. അത് കൂളൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ എൻജിൻ ഓയിൽ ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് ലീക്കേജ് ആവട്ടെ, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് മൂന്നാമത്തത്. പിന്നെ നാലാമത് എല്ലാവരും കോമൺ ആയിട്ട് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ഫോൾട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ലൈറ്റ്സ് കത്തുന്നില്ല, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള എക്സ്റ്റീരിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്സാകത്തില്ല, ഫെയിൽ ആവുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്കിയിൽ മാൻഡേറ്ററി ആയിട്ട് കരുതേണ്ട കാര്യങ്ങൾ മിസ്സിങ് ആണെങ്കിൽ ടെസ്റ്റ് പാസ്സാകത്തില്ല. അതെന്തായെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്നി, അതേപോലെ ടൂൾ ബോക്സ്, പിന്നെ നമ്മളെ ഹസാർഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഡിക്കിയിൽ നമ്മളെപ്പോഴും നമ്മളെ വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഹസാർഡ് ട്രയാങ്കിൾ നമ്മുടെ ഡിക്കീൻ്റെ ബാക്കിൽ നമ്മൾ റോഡിൽ വെച്ചിരിക്കണം എന്നാണ് ഇവിടുത്തെ ദുബായ് RTA നിയമം. അതില്ലെങ്കിലും നിങ്ങളെ ടെസ്റ്റിങ് പാസ്സാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ പാർക്കിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചൂടോടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പം തന്നെ വീഡിയോ എടുത്ത് ഞാൻ ഈ വീഡിയോ എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യാം. തിരക്ക് കാരണം കുറേ വീഡിയോകളൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം.